ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഫേസ് ഫുള്ളായിട്ട് തന്നെ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തിയാണ്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിലും മിനിറ്റ് കൂടുതലുണ്ടായിരുന്നു, വീഡിയോ ഏകദേശം 20 മിനിറ്റ് മുകളിൽ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ ഇറക്കി ഇച്ചിരി ഫാസ്റ്റ് ആക്കുന്നുണ്ട്, എന്നാൽ പോലും 12 മിനിറ്റ് മിച്ചം വീഡിയോ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പാർട്ട് ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മിക്കവർക്കും തെറ്റിപ്പോകാൻ സാധ്യതയുള്ളൊരു കാര്യം തന്നെയാണ് കണ്ണ് വരയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ഫേസ് ഷെയ്ഡ് ചെയ്യുന്ന ഇപ്പോഴും പലർക്കും അറിയത്തില്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും. വലിയധികം ഫാസ്റ്റാക്കി ഒന്നുമല്ല ഞാൻ കാണിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പം ഏകദേശം ഐഡിയ ഒക്കെ കിട്ടും. അപ്പോൾ ഞാനിവിടെ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പെൻസിൽ ആർട്ട് ലൈനിൻ്റെ 4Bയും അതുപോലെ 2B ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കൂടുതൽ ഡാർക്ക്നെസ് വരുന്നിടത്ത് മാത്രം 6B യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പെൻസിൽ ഏതാണോ ആ ഒരു പെൻസിൽ നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് 4B 6B അങ്ങനെ ഓരോ ഗ്രേഡ് അനുസരിച്ചുള്ള പെൻസിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പെൻസിൽ ഏതാണോ ആ ഒരു പെൻസിൽ ഉപയോഗിച്ച് നിങ്ങൾ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട് ഷെയ്ഡിങ്ങിനെ കുറിച്ചുള്ള. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആർട്ട് ലൈൻ്റെ പെൻസിൽ വാങ്ങി നോക്കാം. അപ്പോൾ ഈ ഒരു പെൻസിലാണെങ്കിൽ അത്യാവശ്യം ഇതിൻ്റെ അകത്ത് നമുക്ക് ഡാർക്ക്നെസ് കൂടിയ പെൻസിലും കുറഞ്ഞ പെൻസിലും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഒരു പെൻസിൽ നല്ല രീതിയിൽ നമുക്ക് യൂസ് ആവും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങി നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഈ ഒരു പെൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല, വലിയ റേറ്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങി വേണേൽ യൂസ് ചെയ്യാം. പിന്നെ പറ്റുന്നിടത്തോളം ഓരോ വീഡിയോയ്ക്ക് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തന്നെ പോകാം. അപ്പം ഈയിടയ്ക്ക് പറഞ്ഞ പോലെ മഴ കൊണ്ടാണ് എനിക്ക് പറഞ്ഞ് തരാൻ പറ്റാണ്ട് പോയത്. അപ്പം മഴയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വോയിസ് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഓർത്താൽ മതി. ഇപ്പം മഴയൊക്കെ ആണെങ്കിൽ പറഞ്ഞ പോലെ ഞാൻ വോയിസ് ഇട്ടുള്ള വീഡിയോ ഇടാൻ ചാൻസ് കുറവാണ്. നമ്മളെല്ലാം സെയിം മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് റിപ്പീറ്റ് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ എൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പ് എന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഈ ഒരു ചാനലിൽ. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ട് നോക്കാം നിങ്ങൾ. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന എങ്ങനെയാണെന്നും അതിൻ്റെ അകത്ത് വോയിസ് കൊടുക്കുന്ന എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയതുകൊണ്ടാണ്. പിന്നെ മാക്സിമം ഞാൻ നോക്കാറുണ്ട് ഈ പറഞ്ഞാൽ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അതായത് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞാൽ മെസ്സേജായിട്ടൊക്കെ എന്നോട് ചോദിക്കുക, അല്ലെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക. പിന്നെ മിക്കത് വീഡിയോക്കകത്ത് ഞാൻ ഓരോ സംശയങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാറുണ്ട്. മിക്കവരും ചോദിക്കുന്ന സംശയങ്ങളൊക്കെ മറുപടി ഞാൻ ഓരോ വീഡിയോക്കകത്തൊക്കെ പറഞ്ഞു പോകാറുണ്ട്. പിന്നെ നിങ്ങൾ ഈ ഒരു ഫോട്ടോയിൽ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗത്താണ് കൂടുതലും ഡാർക്ക് ഷെയ്ഡ് വരുന്നത്. അതായത് ഷാഡോസ് കൂടുതൽ വരുന്ന ഭാഗം വലത് സൈഡാണ്. അതായത് നമ്മൾ ഫോട്ടോയിൽ നോക്കുമ്പം വലത് സൈഡ് കൊണ്ടാണ് ഷാഡോസ് കൂടുതൽ വരുന്ന ഭാഗം. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ ഷെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന മൂക്കിൻ്റെ ഈ ഒരു ഭാഗവും അതുപോലെ ആ ഒരു കണ്ണിൻ്റെ ആ ഒരു ഭാഗത്തും കൂടുതലും ഡാർക്ക് ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. പിന്നെ അതുപോലെ അതിൻ്റെ ഇടത് സൈഡിലേക്ക് വരുമ്പം ഈ ഒരു ഫോട്ടോയിൽ ഇടത് സൈഡിൽ നമ്മൾ നോക്കുമ്പം ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത്. അവിടെ കൂടുതലും ലൈറ്റ് അടിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പം അതനുസരിച്ച് നമ്മൾ ഷെയ്ഡ് ചെയ്യുക. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഈ ഡാർക്ക്നെസ് കൂടിയ ഭാഗത്തൊക്കെ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് 6B പെൻസിലാണ്. നമ്മൾ ഈ ചെവിയുടെ ഈ ഭാഗത്തൊക്കെ ഷെയ്ഡ് ചെയ്യുന്നത് 4B പെൻസിൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിലുള്ള പെൻസിൽ ഈ പറഞ്ഞ പോലെ ഒരെണ്ണം മാറ്റി യൂസ് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ വളരെ പതുക്കെ തന്നെ ചെയ്യുക, ഒരുപാട് സ്പീഡിൽ ചെയ്യാണ്ട്.
സാവധാനം ചെയ്യുക. എന്നിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓരോ പ്രാവശ്യവും ഷെയ്ഡ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ പിന്നെ ഈ പറഞ്ഞ പോലെ ഡാർക്ക് ഷെയ്ഡ് വേണ്ടിടത്ത് മാത്രം 6B പെൻസിലൊക്കെ ഉപയോഗിക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത്. അപ്പം നമ്മളിവിടെ 2B പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങളിലുള്ള പെൻസിൽ ഈ പറഞ്ഞ പോലെ 2B പെൻസിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ ലൈറ്റുള്ള പെൻസിൽ ഏതാണോ അത് യൂസ് ചെയ്യുക. നിങ്ങൾ ഈ പെൻസിൽ വാങ്ങി നോക്കുന്നുണ്ടെങ്കിൽ വാങ്ങി നോക്കി നിങ്ങൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ണിൻ്റെ ഭാഗം വരയ്ക്കാൻ പോവുകയാണ്. അപ്പം കണ്ണിൻ്റെ ഉൾഭാഗത്തൊക്കെ നമ്മൾ വരയ്ക്കും, അതായത് കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് നമ്മൾ വരയ്ക്കുന്നത് 6B അല്ലെങ്കിൽ 4B ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അവിടെയൊക്കെ നല്ല ഡാർക്ക്നെസ് വരുന്ന ഭാഗമാണ്. അപ്പം അതനുസരിച്ച് ചെയ്യുക. പിന്നെ കണ്ണിൻ്റെ ഉള്ളിൽ ചെറിയ പൊട്ട് പോലെ വെളുത്ത ഇത് വരുന്നുണ്ട്. അപ്പം അത് കണ്ണിന് ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം അവിടെയൊക്കെ അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഫേസ് ഫുള്ളായിട്ട് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ചെയ്യാനുള്ള മുടി കാര്യങ്ങളൊക്കെ വരയ്ക്കാനുണ്ട്. അപ്പം മുടി വരയ്ക്കുമ്പം ഞാനിപ്പോൾ യൂസ് ചെയ്തേക്കുന്ന ഇവിടെ 10B ആണ്. അപ്പം മാക്സിമം ഡാർക്ക്നെസ് കൂടിയ പെൻസിൽ യൂസ് ചെയ്യുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അതായത് ഒന്ന് വരച്ചതിൻ്റെ മുകളിൽ കൂടെ വീണ്ടും വീണ്ടും വരയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല ഡാർക്ക്നെസ് ഉള്ള പെൻസിലാണെങ്കിൽ. ഇല്ലെങ്കിൽ ലൈറ്റുള്ള പെൻസിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾ വരയ്ക്കുന്നെങ്കിൽ ഡാർക്ക്നെസ് കുറഞ്ഞ പെൻസിലാണെങ്കിൽ നമ്മൾ വരച്ചതിൻ്റെ മുകളിൽ കൂടെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് വരയ്ക്കേണ്ടി വരും. കാരണം ആ ഡാർക്ക്നെസ് നമുക്കവിടെ കിട്ടുന്നിടം വരെ നമുക്ക് വരയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്നാണേലും വരയ്ക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ലൈറ്റുള്ള പെൻസിലാണെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ ഒന്നുകൂടെ വരച്ചാൽ മതി. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡാർക്ക്നെസ് കൂടി പെൻസിൽ യൂസ് ചെയ്യുക. പിന്നെ മാക്സിമം നിങ്ങൾ ആ ഫോട്ടോയെ നോക്കിയിട്ട് ആ ഒരു ഡാർക്ക്നെസ് ഒക്കെ കിട്ടുന്ന രീതിയിൽ ചെയ്യുക. പിന്നെ ഓരോ തവണയും പെൻസിൽ ഷാർപ്പൻ ചെയ്ത് തന്നെ യൂസ് ചെയ്യുക. കാരണം നമ്മൾ മുടി വരയ്ക്കുമ്പം ഓരോ മുടി വരുന്ന രീതിയിൽ, അതായത് നമുക്ക് കാണുമ്പം മുടി ഇരിക്കുന്ന ആ ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ ആ ഇരി വെച്ചേക്കുന്ന രീതി, ഹെയർ ഇരിക്കുന്ന അതുപോലെയാണോ നോക്കിയിട്ട് അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഹെയർ സ്റ്റൈൽ മനസ്സിലാക്കിയിട്ട് ഡ്രോയിങ് ചെയ്യുക.
ഇനി നിങ്ങൾ ആ മുടിയുടെ ബാക്ക് സൈഡ് നോക്കുമ്പം കുറച്ച് ലൈറ്റ് ഇരിക്കുന്ന ഭാഗങ്ങൾ വരുന്നുണ്ട്. അതായത് നമ്മൾ ആ ഫോട്ടോയിൽ നോക്കുമ്പം അവിടെ വെളുത്താണ് കാണുന്നത്. അപ്പം അതുവേണേൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് തന്നെ ചെയ്ത് പോകാം. അപ്പം ഞാൻ ഇതിൽ ഫുള്ളായിട്ട് തന്നെ ചെയ്ത് പോവുകയാണ്. നമ്മൾ ആ ഒരു ഭാഗം, അതായത് ഹെയർ ഫുള്ളായിട്ട് കാണുന്ന രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. അവിടെ വെളുത്ത ആ ഒരു ഭാഗം നമ്മൾ ഒഴിവാക്കുകയാണ്. കുറച്ചുകൂടെ ഫുള്ളായിട്ട് വരയ്ക്കുന്നത് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് നമ്മൾ ആ ഒരു ഭാഗത്തൂടെ ഡാർക്ക് ഷെയ്ഡാണ് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ വരയ്ക്കുന്ന ചിത്രം, അതിപ്പോൾ ആരെ വരച്ചാലും നിങ്ങൾ ആ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ട് മാത്രം അത് വിലയിരുത്തുക. കാരണം നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഷെയ്ഡിങ് ചെയ്യുമ്പോഴൊക്കെ വേറൊരു ഷേപ്പ് പോലെ അല്ലെങ്കിൽ വേറെ എന്തൊക്കെ ആയി പോകുന്നു എന്ന രീതിയിൽ നമുക്ക് തോന്നാം. അപ്പോൾ അത് മനസ്സിലാക്കി ചെയ്യുക. നമ്മൾ നോക്കി വരയ്ക്കുന്ന ഒരു കളർ ഫോട്ടോ നോക്കിയിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ് ആണ്. അപ്പോൾ അത് ഇതുമായിട്ട് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാകും. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് എടുത്തിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. അതാകുമ്പം കുറച്ചുകൂടെ നിങ്ങൾക്ക് ഷെയ്ഡിങ് മനസ്സിലാക്കി ചെയ്യാനും ഒരു, അതായത് നമ്മൾ കാണുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവായി കിട്ടും. ഈ ഒരു ഡ്രോയിങ് ചെയ്ത് വന്ന സമയത്തൊക്കെ എനിക്ക് തോന്നിയായിരുന്നു അങ്ങനെ എന്തോ ഒരു മാറ്റങ്ങളൊക്കെ തോന്നിയായിരുന്നു. പക്ഷേ ഫേസ് ഫുള്ളായിട്ട് വരച്ച് കഴിഞ്ഞപ്പോൾ എനിക്കത് തോന്നിയില്ല. കാരണം നമ്മൾ ഫോട്ടോയിൽ കാണുന്നത് തന്നെ ഏകദേശമൊക്കെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പം നമ്മൾ ചെയ്ത് വരുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത്, നമുക്ക് വേറെ എന്തൊക്കെ ഷേപ്പായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഷെയ്ഡിങ് ശരിയായില്ല എന്നൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കി തന്നെ ചെയ്യുക. നിങ്ങൾ വരച്ചിട്ട് ശരിയാകുന്നില്ല എന്ന് കരുതിയിട്ട് ഉടനെ ആ ഡ്രോയിങ് ഉപേക്ഷിക്കരുത്. കാരണം ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആ ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ട് മാത്രം അത് വിലയിരുത്തുക. അപ്പോൾ ഈ ഒരു പാർട്ട് കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഡ്രോയിങ് പഠിക്കുന്ന താല്പര്യമുള്ള നിങ്ങളെ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം വലിയ ആവശ്യമാണ് നമുക്കിതിൻ്റെ പാർട്ട് 3 ചെയ്യുന്നതായിരിക്കും.